എന്റെ പൊന്നു മക്കളെ, ഇപ്പോ സമയം 12:10. നമ്മളിപ്പോ ശ്രീകാകുളം പോവാണ്. വിശാഖപട്ടണത്താണ് ഇപ്പോ. ഫുഡൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെയും. ഫുഡൊന്നും കിട്ടാണ്ട് ഇവിടെ വഴിയോരങ്ങളിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുകയാണ്. കാരണം ഇവിടെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുക്ക് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഗ്യാസ് റെഡി ആയിട്ടില്ല. അപ്പൊ നമുക്കിനി പോകുന്ന വഴിക്ക് വേണം അതെല്ലാം സെറ്റാക്കി പോകാനായിട്ട്. പിന്നെ ഇവിടെ CM എന്തോ വരുവാണ് കേട്ടോ. അപ്പൊ ഇവിടെ മൊത്തം പോലീസുകാരും സെക്യൂരിറ്റിയും കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് ഹൈവേയിലാണ് കേട്ടോ. ഇതുവഴിയാണ് ശ്രീകാകുളം. ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ചൂടുവെള്ളം മേടിക്കാനാണെങ്കിൽ പോലും ഒരു കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. നമുക്കിപ്പോ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഇപ്പോ 12:35 ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭുവനേശ്വർ വരെ ഉണ്ട് കേട്ടോ. നമ്മൾ ശ്രീകാകുളമാണ് പറഞ്ഞ് കയറിയത്. പുള്ളിക്കാരൻ പക്ഷെ ഭുവനേശ്വർ വരെ ഉണ്ട്. പുള്ളിക്കാരനെ കിട്ടിയിട്ടുണ്ട്. ആ കിധർ से आ रहा है भैया? किधर है? कौन सा? ഓക്കെ ഓക്കെ. ആ പുള്ളിക്കാരനും ആന്ധ്രാക്കാരനാണ്. പുള്ളിക്കാരൻ ഭുവനേശ്വർ പോവാണ് കേട്ടോ. ഭുവനേശ്വർ വരെ ഉണ്ട്. ഇതാണ്. ഹൈ. ओके, आप अभी लोड करने के लिए और अनलोड करने के लिए जा रहे हो? अनलोड करने के लिए क्या है अंदर? अंदर में क्या है? സിമെന്റ്. പുള്ളിക്കാരൻ ഭുവനേശ്വറിലേക്ക് സിമെന്റ് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോ എന്തായാലും ഇപ്പോ ഉച്ചക്ക് 12:35 ആയിട്ടുണ്ട്. എന്തായാലും നാളെ വെളുപ്പിനേക്ക് എത്തത്തുള്ളൂ കേട്ടോ. അവിടെ പതുക്കെ പോകാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് പുള്ളി. കുഴപ്പമില്ല. അപ്പോ ഇനി നേരെ ഭുവനേശ്വറാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഭയ്യ, താങ്ക് യു, ധന്യവാദ്. ഓക്കെ ഗൈസ്, അപ്പോ ഭുവനേശ്വർ എത്തുന്നത് വരെ ഇതാണ് നമ്മുടെ കിടപ്പാടം. ഇവിടെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം കൂടെ തന്നെയുണ്ട്. थैंक यू guys, थैंक यू so much. नेपाल जा रहा है, नेपाल. ओके. कलकत्ता में वो है, अगरतला से 60 किलोमीटर जाना पड़ेगा. പുള്ളിക്കാരൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഡാർജിലിംഗ്. कितना किलोमीटर? 30. सिलीगुड़ी से दार्जिलिंग. നമ്മള് സിലിഗുരി വഴിയാ പോകുന്നത്. സിലിഗുരിന്ന് ഡാർജിലിംഗ് 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എന്നതൊക്കെയാ പറയുന്നത്. നല്ല ഒരാളാട്ടോ, മറ്റൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. എന്തായാലും 10 കിലോമീറ്റർ. ഡാർജിലിംഗിൽ നിന്ന് പിന്നെ നേപ്പാളിലേക്ക് 10 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ഒന്നില്ലാത്ത സന്തോഷമാണ്. പുതിയ ആൾക്കാരും പുതിയ കാര്യങ്ങളും പുതിയ എക്സ്പീരിയൻസുകളായിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും കണ്ടുമുട്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ഇടയിലൂടെ കടന്നു എന്നറിയും. എല്ലാവരെയും കണ്ടുകൊണ്ടും ഓരോ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടും ഓരോ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം ഒരു പ്രശ്നമില്ലാതെ നേരിടും എന്നൊരു വാശി നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയായാലും എത്തിക്കും. ഇല്ലേ മുട്ടായി? അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ഒന്നും തളർന്നിരിക്കാണ്ട് എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കത് പറ്റും. അതിനിപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് മാത്രം പറ്റും. ആ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ട അടുത്ത് തന്നെ. എന്തെങ്കിലും പറയാനുണ്ടോ? അവന് ഇടയ്ക്കിടയ്ക്കേ ഉള്ളു കുഴപ്പം, അല്ലാത്തവ നല്ല ഫോമാണ് കേട്ടോ. ഇന്നിപ്പോ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ഒന്ന് ഊർജം വരുള്ളൂ. ഓക്കെ, അപ്പോ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ. കുറെ നാളായിട്ട് നിങ്ങൾ ഈ ഹൈവേ കാര്യങ്ങൾ മാത്രമേ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മളും അതെ. ഇപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ 6 ദിവസമായി. 6 ദിവസം കൊണ്ട് നമ്മളെ കാണുന്ന ഈ ഹൈവേ മാത്രമാണ്. 6
6 ദിവസത്തെ ഹൈവേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലം ഒന്ന് ആലോചിക്കുമ്പോ ഇപ്പോഴേ കുളിര് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കോമായി തുടങ്ങി. സമയം 2 മണിയായിട്ടുണ്ട്. നമ്മൾ വന്ന വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇതുവരെ ഒരു വക കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ വരുന്ന വഴിക്ക് ഒരു ഒറ്റ കട കണ്ടു. അങ്ങോട്ട് പോവാണ് കേട്ടോ. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര. ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലാണ്. ഇവിടുന്ന് കഴിക്കാം കേട്ടോ ഫുഡ്. ഇപ്പോഴാട്ടോ ഇവിടെ സ്റ്റെപ്പൊക്കെ കൊടുത്താലേ. കഴിക്കാൻ കഴിച്ചു. 2 आदमी है. बैठो 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 सर सलाम नहीं है. ബൈറ്റോളാൻ പറഞ്ഞിട്ടേ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വരുമായിരിക്കും. ഇതുപോലത്തെ 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്ത്. എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു പ്ലേറ്റ് തന്നിട്ടുണ്ട്. ഒരു റൈത്ത, പിന്നെ ഒരു അച്ചാറ്, നാരങ്ങ, നമ്മുടെ ഫുഡ് വന്നേക്കാണ്. അപ്പൊ ഇനി കഴിച്ചിട്ട് വരാം കേട്ടോ. നല്ല അടാറ് ഫുഡും വീട്ടിലെ വരികയും അടിപൊളി ഫുഡ് നൈസ് ഫുഡാണ് കേട്ടോ. സമയം 2:30 ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ദോ കിടക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. സമയം 2:30. ഡ്രൈവർ മേടിച്ചു തന്നെ കേട്ടോ. പുള്ളിക്കാരൻ മേടിച്ചു തന്നെ കേട്ടോ. റൊട്ടി ദാലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പിന്നെ എന്തോ ഒരു കറി, പ്രോൺസ്. ഓ, പ്രോൺസ് കറിയാണ് കേട്ടോ. പ്രോൺസ് കറി, പ്രോൺസ് കറി, റൊട്ടി, ദാൽ, അണ്ടാ തർക്ക, മുട്ട വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. കൊള്ളാം, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരെ മേടിച്ചു തന്നാണ് കേട്ടോ. ധന്യവാദ്. മുട്ടായി ഇവിടെ ഹിന്ദി അറിയാതെ കുറെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം കേട്ടോ. മക്കളെ, ഇപ്പൊ കറക്റ്റ് 8:30 ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 20 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട് കേട്ടോ ഇവിടുന്ന് ഭുവനേശ്വർ. പിന്നെ ഇതാണ് നമ്മുടെ ഇത്രയും നേരം നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ വഴിക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം മേടിച്ചു വന്ന് ഇപ്പൊ പുള്ളിക്കാരെ പോകാനായിട്ട് പോവാണ്. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ പുള്ളിക്കാരനായിട്ടോ മേടിച്ചു വന്നത്. ഭയങ്കര വളരെ നല്ലൊരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ പോവാണ്. ഇതാണ് പുള്ളിക്കാരന്റെ വണ്ടി.
ഓക്കെ ഗൈസ്, പുള്ളിക്കാരന്റെ അടുത്ത് ഇത്രയും കണ്ടതിന് നമുക്ക് ഏറ്റവും നല്ല ട്രീറ്റ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ് കേട്ടോ. നമ്മളതും ഇത്രയും കിലോമീറ്റർ കൊണ്ടുവന്നു. ഓക്കെ, ഓക്കെ, അങ്ങനെ അങ്ങനെ നമ്മുടെ കഥയിൽ നിന്ന് പുള്ളിക്കാരനും വിട പറഞ്ഞിരിക്കുകയാണ്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, വളരെ നല്ലൊരു മനുഷ്യനാണ്. വളരെ നല്ല മനുഷ്യനാണ്. നമ്മൾ കൊറേ പള്ള കുളിച്ചു കഴിച്ചു. എനിക്ക് അങ്ങോട്ട് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ ഒത്തിരി പള്ളു വിളിച്ചത് അങ്ങനെ. അത് കാരണം പുള്ളിക്കാരൻ ആദ്യം നമ്മുടെ അടുത്ത് കയറിയപ്പോഴത്തേനും പുള്ളിക്കാരൻ പറഞ്ഞു ഭുവനേശ്വരം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ പകുതി വഴിയിൽ വെച്ചിട്ട് നമ്മൾ ഇറക്കി വിടും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞ സംഭവം. ആദ്യം പുള്ളിക്കാരൻ നമ്മളതിൽ പൈസ ഉണ്ട്, നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് കേട്ടോ. നമ്മളതിൽ പൈസ ഉണ്ടോ കാര്യങ്ങളോ ഉണ്ടോ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നതില് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതുപോലെ പൈസയൊന്നും ഇല്ലാതെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരന്റെ ഫേസ് ഒന്ന് മാറിയ പോലെ തോന്നി. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ, നമ്മൾ വിചാരിച്ചത് അങ്ങനെയായിരുന്നു, ഇനി പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ പൈസ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് തോന്നി. എന്നിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മളിപ്പോ ഭുവനേശ്വർ വരെ വിടാൻ പറ്റത്തില്ല, പകുതിയിലേ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല. അപ്പോഴത്തേനും മുട്ടായി മനസ്സിൽ നല്ല രീതിയിൽ തെറി വിളിച്ചായിരുന്നു, നല്ല രീതിയിൽ. അതിനുശേഷം ഗൈസ് ഒരു വീഡിയോ ഉണ്ട്. അതിനുശേഷം പിന്നെ നമ്മളെ പൊക്കി ഉണ്ടാണ്. അതെ ഗൈസ്, അതെ അതെ, നമ്മുടെ യൂട്യൂബ് വീഡിയോന്റെ പവർ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് പുള്ളിക്കാരൻ, അതിനുശേഷം പുള്ളിക്കാരൻ എന്തെന്നില്ലാത്ത സ്നേഹം. ഫുഡ് മേടിച്ചിരുന്നു, എനർജി ഡ്രിങ്ക് മേടിച്ചിരുന്നു. ഇതുവരെ നമ്മളെ നല്ല സേഫ് ആയിട്ടാണ് പുള്ളിക്കാരെ കൊണ്ടാക്കിയത് കേട്ടോ. പറഞ്ഞത് ഇവിടെ എങ്ങനെ നിക്കണം, ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചാണേലും നമുക്കിനി എങ്ങോട്ടാണ് പോകാനുള്ളത്, പോകാനുള്ള വഴികള്, ഷോർട്ട് കട്ട് റൂട്ട് എല്ലാം പുള്ളിക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോ അങ്ങനെ നല്ല അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് അങ്ങനെ വീണ്ടും നല്ല അനുഭവങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, സമയം ഇപ്പോൾ 8:35 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പിലാണ്. ഇനി ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് ബാക്കി